ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിലെ എനർജിയിൽ കാണുന്നത് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നാണ്. പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിച്ചത് ആ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ആ ഒരു മറുപടി പല കാര്യങ്ങളിലും സംഭവിച്ചത് ആ ഒരു അദൃശ്യ ശക്തി കാരണം തന്നെയാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്കും തോന്നിയേക്കാം, എന്നെ മുന്നോട്ട് ആരൊക്കെയോ നയിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഒറ്റയ്ക്കില്ല എന്ന തോന്നൽ ശക്തമായി മനസ്സിനുള്ളിൽ ഉണ്ടാവും. എന്നാൽ അത് വെറും തോന്നലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ അദൃശ്യ ശക്തി സജീവമായി തന്നെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ ശക്തി ഒരുപക്ഷെ ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതലായി വളരെ ശക്തമായി അനുഭവിക്കുന്ന ഒരവസരമാണിത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒരുപാട് നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളെ കളിയാക്കിയവരും വേർതിരിവ് കാണിച്ചവരും കടുത്ത വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിങ്ങൾ സഹിച്ച് ആ ഒരു വേദനയിലൂടെ കടക്കേണ്ടി വന്നത് നിങ്ങളെ പലതും പരീക്ഷിച്ച് നിങ്ങളുടെ വേദനയുടെ കടുപ്പം കൂട്ടിയവർ തന്നെയാണ്. ഈ വേദനകളെയെല്ലാം ആത്മീയമായി തന്നെ നിങ്ങളെ വളരെ ശക്തരാക്കി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ അദൃശ്യമായ ആ ഒരു ശക്തിയുള്ളത്. ആ ഒരു ശക്തി ദൈവീകമായ ഒരു ശക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച പിന്നീട് ഇഹലോകവാസം വെടിഞ്ഞ ഒരാളുടെ ആത്മാവാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലെ ഉയർന്ന ഒരു എനർജിയുമാകാം എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ശക്തിയാവാം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. വളരെ കഠിനമായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ പലതും സഹിച്ച് ചില സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പെട്ടുപോയപ്പോഴും അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്കുള്ള വഴി കാണാതെ സ്റ്റക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആരാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്? അത് സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇടപെട്ടത് ആ ഒരു ശക്തി തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും നിങ്ങൾക്കുള്ളിലെ ആ ഒരു അദൃശ്യ ശക്തി തന്നെയാണ്. ആ ശക്തി നിങ്ങൾക്കുള്ളിൽ ശക്തമാവുന്നത് നിങ്ങൾ ആത്മീയമായിട്ട് ഉയരുമ്പോഴാണ്. ആ ശക്തി തെറ്റായ വഴികളിൽ നിന്നും തെറ്റായ ആളുകളിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത്. ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു നൽകും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടും. അതായത് മുൻകൂട്ടി ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നും. അത് സംഭവിക്കുന്നത് തന്നെയാകും. ഓരോ സമയത്തും നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഇപ്പോൾ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ. നിങ്ങൾ വീണു പോയപ്പോൾ വീണ്ടും നിങ്ങളെ ഉയരാനായി പ്രേരിപ്പിച്ചതും ആ ശക്തി തന്നെയാണ്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ കാണാതെ നിങ്ങളെ കാത്തു നിൽക്കുന്ന ആ അദൃശ്യ ശക്തി നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് സമാധാനമായി തന്നെ മുന്നോട്ട് പോകണം എന്നാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളത് കാണാൻ ശ്രമിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ തുടങ്ങാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് പലതും വഴിമാറിപ്പോയി, അങ്ങനെയുള്ള ചിന്തകളൊക്കെ കാണും. എന്നാൽ ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ പലരുടെയും അനുഭവത്തിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ
മനസ്സിലാക്കുന്നത് അന്ന് ആ കാര്യം നടക്കാതെ പോയ കാര്യങ്ങൾ വഴിമാറിപ്പോയത് നിങ്ങളെ സംരക്ഷിക്കാനായിരുന്നു എന്ന്. അതിനാൽ ഒന്നും നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കാതിരിക്കുക. സമാധാനവും ശാന്തതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില സൂചനകൾ ലഭിക്കും. അത് അവഗണിക്കാതിരിക്കുക. സ്വപ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ചില വ്യക്തികളുടെ വാക്കുകളിലൂടെ ആയിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള മാർഗങ്ങളായിരിക്കും. അതിനാൽ നിങ്ങൾ ഭയക്കാതിരിക്കുക. നിങ്ങൾ ശരിയായ വഴിയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശക്തി നിങ്ങളെ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് എനർജിയിൽ കാണുന്നത്. നിങ്ങൾക്കൊപ്പമുള്ള ആ ഒരു ശക്തിയെ ചില വ്യക്തികൾ ഭയക്കുന്നുണ്ടാവും. അതിന് കാരണം ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ പല അനർത്ഥങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലുള്ള ആ അദൃശ്യ ശക്തിയെ അവർ ഭയപ്പെടുന്നത്. എങ്കിലും ചിലർക്ക് നിങ്ങളോട് അസൂയ തോന്നും. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുന്നത് എന്ന് അവർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടി അവർ ശ്രമിച്ചെന്നിരിക്കാം. നിങ്ങൾ എത്രയെത്ര വേദനകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോയതാണ് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ കാണുന്നത് നിങ്ങളിപ്പോഴും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നിലകൊള്ളുന്നു എന്ന് മാത്രമാണ്. അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അതൊന്നും അവർ കാണില്ല. അത് ഇനി അവരെക്കാൾ കുറച്ച് ഉയർന്ന സ്ഥാനത്തായിരുന്നാൽ അതവർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര കഷ്ടപ്പാടും പ്രയത്നവും നടത്തിയാണ് അവിടം വരെ എത്തിയത് എന്നൊന്നും അവർ ചിന്തിക്കില്ല. പക്ഷേ അവർ നിങ്ങളിലുള്ള ഒരു ശക്തിയെ ഭയപ്പെടുന്നുണ്ട്. അതവർക്ക് നിങ്ങളോട് എതിരിടുമ്പോൾ കിട്ടുന്ന കടുത്ത തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരോടും നിങ്ങൾക്ക് വിഷമം മാത്രം നൽകുന്ന വ്യക്തികളെയും അവഗണിക്കുക എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു ശക്തിയുണ്ട്. അത് ഉറപ്പാണ്. വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്ക് എല്ലാ കാലത്തെയും ഒരു വലിയ സമ്പത്ത്, അല്ലെങ്കിൽ ആഴത്തിലുള്ള സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് വെറുതെ ആവില്ല. ഈ പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഒരുക്കുന്നുണ്ട് എന്നാണ് എനർജിയിൽ കാണുന്നത്. അത് വിശ്വസിക്കുക. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും ഹൃദയം നിറഞ്ഞ സ്നേഹവും നിങ്ങളിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞുപോയ വിഷമങ്ങളും നഷ്ടങ്ങളും എല്ലാം അകന്നകന്ന് പോകും. മനസ്സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നെത്തും. അത് ഉറച്ചു വിശ്വസിക്കുക. ഒരു പക്ഷേ കടന്നു പോകുന്നത് സാധാരണ ഒരു ഘട്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്നതിനുള്ള ഒരു തുടക്കമാണ്. നല്ല കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് എനർജിയിൽ കാണുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയുണ്ട്. തെറ്റായ തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ശബ്ദം കേൾക്കാം. ചില അവസരങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നാം. നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും നിരാശരാകരുത്. പിന്നീട് നിങ്ങൾക്ക് നന്മയായിട്ടത് ഭവിക്കും. ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചേരേണ്ട സമയത്ത് തന്നെ എത്തിയിരിക്കും. കുറേ നാളുകളായി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇനി അധികം താമസമില്ല എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ചിലർക്ക് വളരെ ആവശ്യമുള്ള പണമായിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാവും. അത് ഏതായാലും അത് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് ആ അദൃശ്യ ശക്തിക്കറിയാം. അവർ അതിനുള്ള കർമ്മ, അല്ലെങ്കിൽ അവർക്കുള്ള ആ തിരിച്ചടി അത് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളിലേക്ക് എത്തുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നിനെയും തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല.
അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനായി പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കാം. ഇത്രയേ ഉള്ളൂ. സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായൊരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.